ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുമ്പളം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ഓഫീഷ്യൽ കാര്യങ്ങൾക്കും എല്ലാം മൊബൈൽ ആവശ്യമാണ്. അതായത് റിപ്പോർട്ടുകൾ അയക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്കാണെങ്കിലും സമയം പോക്ക് അല്ലെങ്കിൽ ഫോട്ടോ ഒരു ലൊക്കേഷനിൽ ചെല്ലണം, നമുക്കറിയാത്തൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യണം, ഫുഡ് ബുക്ക് ചെയ്യണം, എല്ലാ കാര്യത്തിനും നമ്മൾ കൂടുതൽ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിനെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കൺസേൺ നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാർജ് തീർന്നു പോകുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. ചിലത് നമ്മൾ കൂടുതൽ യൂസേജും ചാർജിങ്ങൊക്കെ കൊണ്ട് ബാറ്ററിയുടെ ലൈഫ് കുറയാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ചെല്ലുക. സെറ്റിങ്സിൽ ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 തരം ഓപ്ഷൻസാണ് അവർ കാണിക്കുന്നത്. ഒന്ന് ബേസിക്, രണ്ടാമത്തെ അഡാപ്റ്റീവ്, മൂന്നാമത്തത് മാക്സിമം എന്നുള്ളത്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലരുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് ഫോൺ ചാർജ് ചെയ്തിടുകയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്യുകയും ഫോൺ ചാർജ് ചെയ്യുന്നത് മാറ്റുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഓവർ ചാർജ് ആവാനുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഫോണിപ്പോൾ ചാർജ് ചെയ്യാൻ കൂടി വന്നാൽ 1 hour 2 hour ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഓവർ ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാറ്ററിയുടെ ലൈഫ് കുറയാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 100% ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അഗെയിൻ അത് 95%ലേക്ക് കുറഞ്ഞ് കഴിയുമ്പോഴേക്കാണ് അവർ പിന്നെയും സ്റ്റാർട്ട് ചാർജ്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓവർ ഹീറ്റ് കൊണ്ടുള്ള ബാറ്ററിയുടെ ലൈഫ് പോകുന്നത് കുറയും. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് എന്ന ഇതാണ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി അത് സിസ്റ്റത്തെ ഫോൺ തന്നെ നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ്, എപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്, എപ്പോഴൊക്കെയാണ് കൂടുതൽ യൂസേജ്, അതനുസരിച്ച് ബാറ്ററിയുടെ ഇത് സെറ്റ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അവർ ഓഫാക്കുന്നു. അപ്പോൾ ബാറ്ററി കൂടുതൽ വലിക്കാനും ഒരു ചാർജ് കുറയാനുമുള്ള ചാൻസസ് കുറവാണ്. മൂന്നാമത്തെ വന്നത് മാക്സിമം എന്നുള്ള മോഡാണ്. എന്ന് വെച്ചാൽ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ മാക്സിമം 80% എന്നുള്ള രീതിയിൽ ചാർജ് കയറുകയുള്ളൂ. 80% എത്തുമ്പോൾ അത് കട്ട് ചെയ്യും, ചാർജിങ് കട്ട് ചെയ്യും. മാക്സിമം 80% എന്നുള്ള ഇതിൽ നിലനിർത്തും. ഇത് 3 ഇതാണ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ബെറ്ററായിട്ട് ഫോണിൻ്റെ ലൈഫ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 80% ചാർജ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. മാക്സിമം 80%, ഏറ്റവും കുറവ് 20%മാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. കാരണം ഓരോ ഫുൾ ചാർജ് ചെയ്യുമ്പോഴും ബാറ്ററി ലൈഫിൻ്റെ ഓരോ സൈക്കിൾ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബെറ്റർ 80% ചെയ്യുക. അല്ല അത് പറ്റാത്തവരാണെങ്കിൽ ബേസിക്കായിട്ടുള്ള മാക്സിമം 100%ൽ നിർത്തുക. അത് കഴിഞ്ഞ് പിന്നെ ഓവർ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ലൈഫിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.